ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഈ ടോപ്പിക് എടുത്ത് വെച്ചേക്കാണ്, പക്ഷെ ഇതെന്തോ ചെയ്യാൻ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മടിച്ച് ഇതിപ്പോൾ വലിയൊരു ഗ്യാപ്പ് അയക്കാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. അപ്പം ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മളെല്ലാവരും അല്ല, കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഇത് എന്താണ് സെക്സ്, എങ്ങനെ സെക്സ് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയല്ല, ഇത് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് അവരുടെ ബോഡിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം, അവരുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ അവരെവിടെ നിന്നാണ് വരുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് നമ്മൾ ചെറുപ്പം മുതലേ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഉണ്ടാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞാൻ അവസാനം പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഏജ് വൈസ് നമുക്ക് കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നോക്കിയാലോ. ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഒരു 2 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എന്താണ് സെക്സ് എഡ്യൂക്കേഷനിൽ ചെയ്തു കൊടുക്കാനുള്ളത്? അവർക്ക് എന്താ ചെയ്തു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, അവർ നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത്, ഡ്രസ്സ് മാറുന്ന സമയത്ത്, അവരുടെ കൂടെ കളിക്കുന്ന സമയത്ത് അവരുടെ ബോഡി പാർട്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കൊടുക്കുക, അവരുടെ ബോഡി പാർട്സിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. അതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഉള്ളത്. അതായത് നമ്മൾ പല പേരൻസും കുട്ടികൾക്ക് കണ്ണ്, മൂക്ക്, വായ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അവരുടെ പ്രൈവറ്റ് പാർട്സിന്റെ പേര് വരുമ്പം അവരെന്തെങ്കിലും നിക്നെയിം വിളിച്ചിട്ടായിരിക്കും പറയാം. അതായത് ശരിക്കുള്ള പേര് പറഞ്ഞു കൊടുക്കാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇന്നും നമ്മുടെ പേരൻസിനാണെങ്കിൽ കൂടി ആ പേരുകൾ ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ട് ആദ്യം മാറ്റി വെക്കുക, എന്നിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക. അതല്ലാതെ നമ്മൾ നാണം വെച്ചുകൊണ്ടിരുന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്നത് നടക്കത്തില്ല. ഫസ്റ്റ് പേരൻസ് പ്രിപ്പയർ ആയിരിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ, ഈ ബോഡി പാർട്സിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ ആൺകുട്ടിയായിട്ട് പെൺകുട്ടിയായിക്കോട്ടെ, അവരുടെ ബോഡി പാർട്സ് എല്ലാത്തിൻ്റെയും പേര് കുഞ്ഞിന് 2 വയസ്സിനുള്ളിൽ പഠിപ്പിച്ചു കൊടുത്തിരിക്കണം. നമ്മളതുപോലെ തന്നെ എവിടെയൊക്കെയാണ് ഗുഡ് ടച്ച് എന്നും എവിടെയൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ബാഡ് ടച്ച് ആണെന്ന് നമ്മൾ ഈ ഒരു പ്രായത്തിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ എത്ര നേരത്തെ പറഞ്ഞു കൊടുക്കുന്നോ അത്രത്തോളം അവരുടെ മനസ്സിൽ അത് കയറുകയും ചെയ്യും. ഇനി ഒരു 2 വയസ്സ് മുതൽ ഒരു 3 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സ് അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾക്ക് അവരുടെ ഒരു പിയർ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ ബോയ്സും ഗേൾസും കാണാറുണ്ട്. അപ്പോൾ അവരുടെ ഇൻ കേസ് അവരുടെ ബോഡി പാർട്സ് എന്തെങ്കിലും കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴോ എങ്ങാണ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഡൗട്ട് വരാനും ചാൻസ് ഉണ്ട്. ഇപ്പൊ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു മോനും ഒരു മോളുമാണ്. ഇപ്പം മോൾക്ക് 3 വയസ്സിന് ശേഷമാണ് മോൻ ജനിച്ചത്. അപ്പോൾ മോനെ ഒരു ദിവസം ഞാനിങ്ങനെ കുളിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഓയിലൊക്കെ മസാജ് ചെയ്ത് കിടത്തിയ സമയത്ത്, മോൻ ജനിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ, ഇങ്ങനെ കിടത്തിയ സമയത്ത് മോള് ഓടി വന്നപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഗ്രാൻഡ് പേരന്റ് പറഞ്ഞു, കുഞ്ഞിന്റെ പെനീസ് കാണിച്ചിട്ട് പറഞ്ഞു, അവിടെ ടച്ച് ചെയ്യരുത്, അവിടെ തൊട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും, കുഞ്ഞ് പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞു കൊടുത്തു. മോൾ ഓടി വന്ന് എന്നോട് ചോദിച്ചാൽ എന്തോമ്മി അങ്ങനെ പറഞ്ഞേ. അപ്പം ഞാൻ പറഞ്ഞു, മോളെ അതൊന്നുമില്ല, നമുക്ക് ഇതാണ് മോള് മൂത്രമൊഴിക്കുന്ന സ്ഥലത്തിന്റെ പേര് വൾവയും, അത് ബോയ്സിനാണെങ്കിൽ അത് പെനീസും ആണ്, അതാണ് മോള് ഗേളും അവൻ ബോയും ആയത് എന്ന് ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നമ്മൾ ഈ ഒരു പ്രായത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഗേൾസിന്റെ ബോഡി പാർട്സ് ഇങ്ങനെയാണ്, ബോയ്സിന്റെ പാർട്സ് ഇങ്ങനെയാണ് എന്ന് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ അത് അവരെ കാണിക്കാതിരിക്കുക അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുക ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ പേര് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. ഇനി ഈ 2 വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികൾ, ചില കുട്ടികൾ പറയും, അമ്മ ഞാൻ എവിടുന്നാ വന്നത്, ഞാൻ എങ്ങനെയാ ഉണ്ടായതെന്നൊക്കെ ചില കുട്ടികൾ ചോദിക്കും. എന്നാൽ ചില കുട്ടികളോ ചോദിക്കാറില്ല. പക്ഷെ എങ്കിലും അവരുടെ മനസ്സിൽ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നല്ല, ചില കുട്ടികൾക്ക് ചോദിക്കാനുള്ളൊരു പേടിയുണ്ടാവും. ഇപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊന്നും അമ്മമാരോട് വന്ന് ഇങ്ങനെ ഒന്നും ചോദിക്കാറുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്തൊന്നും നമ്മളൊന്നും ഇതൊന്നും ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. പക്ഷെ ഇന്നത്തെ സൊസൈറ്റിയിൽ അങ്ങനെയല്ല, കുട്ടികൾ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നമ്മൾ വേണ്ട ബേസിക് ഇൻഫോർമേഷൻസ് വീട്ടിൽ നിന്ന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളായിട്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ വേറെ സോഴ്സിൽ കൂടി അറിയും.
അറിയാൻ ശ്രമിക്കും. അങ്ങനെ അറിയാൻ ശ്രമിക്കുന്നത് നമുക്കും നല്ലതല്ല, കുഞ്ഞുങ്ങൾക്കും നല്ലതല്ല. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യം നമ്മൾ കുട്ടികൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഇപ്പോൾ ഞാൻ സമറൂനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത്, അപ്പോൾ മോൾക്ക് 2.5 വയസ്സാണ്. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, ഉമ്മിയുടെ വയറ്റിൽ ബേബി ഉണ്ട്. അപ്പോൾ കുഞ്ഞിന്റെ ഓരോ ഡെവലപ്മെന്റിന്റെ സ്റ്റേജിലും കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു കൊടുത്തു, മോളെ കുഞ്ഞിപ്പോൾ ഇത്ര സൈസായി, ഇങ്ങനെയായി. അപ്പോൾ എന്നോട് ചോദിച്ചു, ഉമ്മി കുഞ്ഞു വയറ്റിനകത്ത് എവിടെയാണ് കിടക്കുന്നത്? ഉമ്മി നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ വയറ്റിലോട്ട് പോകും, കുഞ്ഞും വയറ്റിൽ. അപ്പോൾ ഞാൻ കഴിക്കുന്നതൊക്കെ കുഞ്ഞുവാവയാണോ കഴിക്കുന്നതെന്നൊക്കെ മേറു എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു, മോളെ വയറ്റിൽ ഫുഡ് വരുന്നിടത്തല്ല മോള് കിടക്കുന്നത്, കുഞ്ഞ് കിടക്കുന്നത്. നമ്മുടെ വയറ്റിനകത്ത് ഒരുപാട് ഓർഗൻസ് ഉണ്ട്. അതുപോലെ യൂട്രസ് എന്ന് പറഞ്ഞ് വയറിനകത്ത് ഒരു അവയവമുണ്ട്, അതിനകത്താണ് കുഞ്ഞുവാവ കിടക്കുന്നത്. അവിടെ കിടന്ന് കുഞ്ഞുവാവ വലുതായി ഒരു 9 months കഴിയുമ്പോൾ കുഞ്ഞുവാവ ബർത്ത് കനാൽ വഴി നമുക്ക് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന ഒരു വഴിയുണ്ട്. അതുവഴി കുഞ്ഞ് ഉമ്മിയുടെ അജയന വഴി കുഞ്ഞ് പുറത്തു വരും എന്ന് ഞാൻ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവൾ ഓരോ ദിവസവും കഴിയുന്തോറും ഇങ്ങനെ മാസങ്ങൾ കഴിയുന്തോറും വന്ന് എപ്പോഴാ വരുന്നത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് കുഞ്ഞ് എവിടെയാണ് ഉണ്ടാവുന്നത്. കുഞ്ഞ് വയറ്റിനകത്ത് ഒരു അവയവമുണ്ട്, ആ അവയവത്തിലാണ് കുഞ്ഞ് വളരുന്നത്. കുഞ്ഞ് വളർന്ന് ഫുൾ ടൈം ആകുമ്പോൾ കുഞ്ഞ് പുറത്തു വരും. ചില കുട്ടികൾ നമ്മൾ വയറ് മുറിച്ച് സിസേറിയൻ ചെയ്ത് പുറത്ത് കൊണ്ടുവരും. ചില കുട്ടികളെ നമ്മൾ നോർമൽ ഡെലിവറി വഴി വെജൈന വഴി പുറത്തു വരും. ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊന്നുമില്ല. അവരുടെ ഏജിൽ അവർക്ക് ജസ്റ്റ് ആൻസർ കിട്ടിയാൽ മതി, അവർക്കൊന്ന് മനസ്സിലായാൽ മതി. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ഇൻഫോർമേഷൻസ് കൊടുത്ത് അവരെ കുഴപ്പിക്കാനും പാടില്ല. നിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാ, അല്ലെങ്കിൽ കുഞ്ഞുവാവെ നമുക്ക് കുഞ്ഞുവാവെ വാങ്ങിക്കാൻ ഹോസ്പിറ്റലിൽ പോകാം, അങ്ങനെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് സെക്കൻഡ് ബേബി ഉണ്ടാവുന്ന സമയത്ത് ഫസ്റ്റ് ബേബിയോട് പറയും, ഇന്ന് നമുക്ക് കുഞ്ഞുവാവെ കിട്ടും, നമുക്ക് ആശുപത്രിയിൽ പോയി മേടിച്ചുകൊണ്ട് വരാം. അപ്പൊ കുഞ്ഞിനൊരു ഐഡിയ കിട്ടത്തില്ല എന്താണ് സംഭവം. ഹോസ്പിറ്റലിൽ ഒരുപാട് കുഞ്ഞുവാവകളുണ്ട്, അതിൽ നിന്ന് ഒരു കുഞ്ഞുവാവയെ നോക്കി വാങ്ങുന്നതാണ് എന്ന് ഈ കുട്ടി വിചാരിക്കും. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, നമുക്ക് അവിടുന്ന് കിട്ടിയതാ, ഇവിടുന്ന് കിട്ടിയത്, ദൈവം തന്ന കുട്ടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. ഈ കുഞ്ഞിനെ നമുക്ക് ദൈവം തന്നതാണെന്ന് പറയുന്നവരെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ള ഉത്തരങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ശരിക്കുള്ള ആൻസറിൽ നിന്ന് നമ്മളൊരു മറയുണ്ടാക്കി വെക്കുക ചെയ്യുന്നത്. അത് ഒരിക്കലും ചെയ്യരുത്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇൻഫോർമേഷൻ ജെന്യൂൻ ആയിരിക്കണം. കാരണം അവർ പിന്നീട് ഒരു സമയത്ത് അതല്ല ആൻസർ എന്ന് അറിയുന്ന സമയത്ത് നമ്മളോട് പിന്നെ ഒന്നും ചോദിക്കാതിരിക്കും. അതുകൊണ്ട് തന്നെ അവരോട് നമ്മളൊരു സത്യസന്ധത പാലിക്കുക. എന്നും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനല്ല ഞാൻ പറഞ്ഞത്. ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള പ്രായത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ മറ്റു പലതും സംഭവിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മ മാത്രമല്ല അച്ഛനും, 2 പേരൻസും ഒരുമിച്ചിരുന്ന് വേണം കുട്ടികൾക്ക് ഈ വക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അപ്പോൾ അവർക്ക് 2 പേരോടും ഒരു ട്രസ്റ്റ് വരും. അതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഫാമിലിയിൽ ഉണ്ടാവേണ്ടത്, ട്രസ്റ്റ് ആണ്. കാരണം കുട്ടികൾക്ക് പേരൻസിനെയും പേരൻസിന് കുട്ടികളെയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി എൻവയോൺമെന്റ് നമ്മൾ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ ഇതുപോലത്തുള്ള കോൺവെർസേഷൻസ് ഹെൽപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇത് മാത്രം ചർച്ച ചെയ്യണമെന്നല്ല, കുട്ടിക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും 2 പേരോടും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും, എൻ്റെ പേരൻസിനോട് എനിക്ക് ചോദിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അത് അവർക്ക് ഫീൽ ചെയ്യും. അത് നമ്മളോട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ചില കുട്ടികൾ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ പ്രൈവറ്റ് പാർട്സിൽ കൈവയ്ക്കാറുണ്ട്. പല അമ്മമാരും അത് കണ്ടിട്ടുണ്ടാവും. ചില അമ്മമാർ വഴക്ക് പറയാറുണ്ട്, ചില ആൾക്കാർ അടി കൊടുക്കാറുണ്ട്. നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. കുട്ടികൾക്ക് അവരുടെ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നത് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാനുള്ള ടെൻഡൻസി അവർക്കുണ്ടാവും. ചെറിയ കുട്ടികളാണെങ്കിൽ തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവരവരുടെ പ്രൈവറ്റ് പാർട്സിൽ കൈവയ്ക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികൾ കുറച്ച് വളരുമ്പോൾ, അതായത് 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുക, മോളെ അല്ലെ മോനെ, ഇത് നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ആണ്, നമ്മളിത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ടച്ച് ചെയ്യാനോ മറ്റുള്ളവരെ കൊണ്ട് ടച്ച് ചെയ്യാനോ പാടില്ലാത്ത കാര്യമാണ്. ഇത് നിന്റെ പ്രൈവറ്റ് ആയിട്ട് നീ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നുള്ളൊരു ഐഡിയയും കൂടി കൊടുക്കുക.
പിന്നെ നമ്മൾ ഈ പേരൻറ്റിങ്ങിൻ്റെ ഈ ഡെലിവറിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ കുട്ടികളോട് പ്രത്യേകം പറയുക, ചില ആൾക്കാർക്ക് കുട്ടികൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, അങ്ങനെയുള്ളവർക്ക് മക്കളുണ്ടാവും. ചില ആൾക്കാർക്ക് കുട്ടികൾ വേണ്ടാന്നായിരിക്കും, അത് അവരുടെ ചോയ്സ് ആണെന്നുള്ള കാര്യവും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ, ഇവർക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ, കുട്ടികളെ ചോദിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അവർക്ക് അതിനോട് താല്പര്യമില്ല, ചില ആൾക്കാർക്ക് കുഞ്ഞുങ്ങളെ വളർത്തണം എന്നുള്ളൊരു ഇഷ്ടമുണ്ട്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മളിത് വേണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എന്നുകൂടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ബോഡി പാർട്സിൽ ആർക്കൊക്കെ ടച്ച് ചെയ്യാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് നമ്മൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പേരൻസ്, അല്ലെങ്കിൽ അവർക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള അഡൾട്ട്സിന് മാത്രം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ ഇപ്പോൾ പേരൻസ് ആയിക്കോട്ടെ, അത്ര ക്ലോസ് ആയിട്ടുള്ള അവർക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, അവരെ കുളിപ്പിക്കുമ്പോഴല്ലാതെ ടച്ച് ചെയ്യാൻ സമ്മതിക്കരുത് എന്ന്, അല്ലാതെ ആര് ടച്ച് ചെയ്താലും നോ പറയണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. 8 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് പ്യൂബർട്ടിയെ കുറിച്ചുള്ള ഒരു ഐഡിയ കൊടുക്കുക, അവരോട് അത് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ അവരുടെ ബോഡി ചേഞ്ച് ആവുന്ന സമയമാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചേഞ്ചസ് മോക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് പറയുക എന്ന് പെൺകുഞ്ഞിനോടും പറയാം, ആൺകുഞ്ഞിനോടും പറയാം. അതുപോലെ തന്നെ എന്താണ് മെൻസ്ട്രേഷൻ എന്ന് 2 മക്കളോടും, അതായത് പെൺകുട്ടിക്കും ആൺകുട്ടിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, ഇത് പെൺകുട്ടികൾക്കെല്ലാം അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യമാണ്, ഇത് നോർമലാണ്, ഇതിലൊരു നാണക്കേടും ഇല്ല എന്നുള്ള കാര്യം പെൺകുട്ടിക്കും അതുപോലെ ആൺകുട്ടിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോഴും ചില ആളുകൾക്ക്, അതായത് നമ്മളിങ്ങനെ പീരീഡ്സിൻ്റെ കാര്യമൊക്കെ ഓപ്പൺലി പറയുമ്പോൾ ഭയങ്കര നാണക്കേട് തോന്നാറുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ആരും ഇങ്ങനെ എനിക്ക് പീരീഡ്സ് ആണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതുപോലെ ആൾക്കാർ ഇതുപോലെ എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിൽ എനിക്ക് വയ്യ, എനിക്ക് സുഖമില്ല എന്നാണ് പറയാറ്. എന്താ അസുഖം ചോദിക്കുമ്പോൾ എനിക്ക് സുഖമില്ല. നമ്മളിപ്പോൾ വീട്ടിൽ മുതിർന്ന ആൾക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ സുഖമില്ല എന്ന് പറയും. എന്താ അസുഖം ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. അപ്പോൾ ആരും ഇങ്ങനെ പീരീഡ്സ് ആയി അല്ലെങ്കിൽ എനിക്ക് മെൻസസ് ആയി എന്ന് പറയാറില്ല. അന്നേരം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും പീരീഡ്സ് ആയ സമയത്ത് ഇതുപോലെ വയ്യ, സുഖമില്ല എന്നാണ് ഞാനും പറയാറുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നാൾ എടുത്തു ഇങ്ങനെ പീരീഡ്സ് ആണ് എന്ന് ഓപ്പൺ ആയിട്ട് പറയാൻ. കാരണം ഞാനും ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്നത് ഇത് നാണക്കേടാണ്, ആരോടും പറയാൻ പാടില്ലാത്ത കാര്യമാണെന്നാണ്. പല കുട്ടികൾ ഇപ്പോഴും അതുപോലൊരു സ്റ്റേജിൽ വരുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് ഓപ്പൺ ആയിട്ട് പറയാൻ ഇപ്പോഴും നാണിക്കുന്ന കുട്ടികൾ. എന്തിനാണ് ഇനിയും പേരൻസ് ഇവരെ ഇങ്ങനെ ഇത് മോശമാണ് എന്ന് പറഞ്ഞ് വളർത്തുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇപ്പോൾ ബോയ്സ് ആണെങ്കിലും ശരി, ഗേൾസ് ആണെങ്കിലും ശരി, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് അറിയാൻ അവരുടെ കയ്യിൽ മൊബൈലുണ്ട്, അവരത് നോക്കുകയും ചെയ്യും, അവർക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിലും നല്ലത് ഹെൽത്തി ആയിട്ട് എന്താണോ അവർക്ക് ആവശ്യം അത് പേരൻസ് പറഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് മാത്രമല്ല, ഇവരിനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് കിട്ടിയാൽ തന്നെയും അത് ഇങ്ങനെയാണോ എന്ന് നമ്മളോട് വന്ന് ചോദിക്കുകയും ചെയ്യും. നമ്മളൊരു ഹെൽത്തി കോൺവെർസേഷൻ വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ കുട്ടികൾ ഇതൊരു ഫ്രണ്ട്സിനിടയിൽ ചർച്ച ചെയ്യാനുള്ളൊരു ടോപ്പിക്കായിട്ട് മാത്രം ഉപയോഗിക്കും. അത് ഒരുപാട് ദോഷം ചെയ്യും. പല ഫാമിലിയിലും സിബ്ലിങ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അത്ര ഹെൽത്തി അല്ലാത്തത് ഞാൻ കണ്ടിട്ടുണ്ട്, പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ദിവസമായി ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നിട്ട്. കാരണം ഇപ്പോൾ കുട്ടികൾക്ക് ഏതാണ് അവരുടെ പ്രൈവറ്റ് പാർട്സ്, അവിടെ ആരൊക്കെ ടച്ച് ചെയ്യാം അല്ലെങ്കിൽ ആരൊക്കെ ടച്ച് ചെയ്യാൻ പാടില്ല, എപ്പോൾ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതെ വളർത്തുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 കുട്ടികൾക്കും, അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ വന്നിരുന്നു. ആളുടെ കുട്ടിയുടെ ഒരു പ്രശ്നം എന്നോട് സംസാരിച്ചായിരുന്നു. അതിൽ ഫസ്റ്റ് പറഞ്ഞത് കുഞ്ഞിന് ഭയങ്കര അനുസരണക്കേടാണ്, എന്ത് പറഞ്ഞാലും കേൾക്കില്ല, അവസാനം ഞാൻ അടി കൊടുക്കുമ്പോഴാണ് അവൾ എന്തെങ്കിലും ഒന്ന് അനുസരിക്കുന്നത്, അല്ലാതെ അനുസരിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. അതാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ കുട്ടി എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല, ഇത് എപ്പോഴും ഭയങ്കര ഷൗട്ടിങ് ആണ്. ഇപ്പോൾ പുറത്തൊക്കെ വെച്ചിട്ടാണെങ്കിൽ എന്ത് കാര്യം വന്നാലും തറയിൽ കിടന്ന് കരയുക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ പുറത്തു പോയാൽ അപ്പോഴേ ജങ്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞ് കരയാറുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആള് കുറച്ചു നേരം എന്നോട് സംസാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് കുട്ടി ഇങ്ങനെ വാശി പിടിക്കാൻ കാരണം?
അപ്പോൾ എപ്പോഴും അമ്മ അമ്മയോട് ഭയങ്കര ഒരു ദേഷ്യം പോലെയാണ് കുട്ടി ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ സംസാരിച്ച് വന്നപ്പോൾ അമ്മ IT ഫീൽഡിലാണ്, പുള്ളിക്കാരി ഫുൾ വർക്ക് ഫ്രം ഹോം ആണ്, വീട്ടിലുണ്ടെങ്കിൽ തന്നെയും ആൾ അത്യാവശ്യം ബിസി ആയിട്ടുള്ള അത്യാവശ്യം നല്ല ജോലി തിരക്കുള്ള ഒരു അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇവരെ ഒറ്റയ്ക്കാണ്. അപ്പോൾ കുട്ടിയെ സിംഗിൾ പേരൻ്റ് ആണ്. അപ്പോൾ ഈ കുട്ടിയെ നോക്കാൻ വേറൊരാളുടെയും ഹെൽപ്പില്ല. കുട്ടിക്ക് എനിക്ക് തോന്നുന്നു 9 വയസ്സെന്നാണ് പറഞ്ഞത്, 8-9 വയസ്സുണ്ട്. വാശി ഒരു പ്രശ്നമാണ്. പിന്നെ ഈ കുട്ടി ഒരുപാട് ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടിയാണെന്നും പറഞ്ഞു. അതായത് ഈ പേരന്റ് ഈ അമ്മ വന്ന് നോക്കുമ്പോൾ കുട്ടി എപ്പോഴും അവളുടെ പ്രൈവറ്റ് പാർട്സിൽ ടച്ച് ചെയ്യുന്നതാണ് കാണുന്നത്. ഇത് 1 തവണയല്ല 2 തവണയല്ല, സ്ഥിരമായിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ പ്രൈവറ്റ് പാർട്സിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അവിടെ ടച്ച് ചെയ്യുന്നത് എല്ലാ കുട്ടികളും ടച്ച് ചെയ്യാറുണ്ട്, പക്ഷെ ഇങ്ങനെ അത് മാത്രം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ കുട്ടിയെ ഒരു കൗൺസിലിങ്ങിന് വല്ലതും കൊണ്ടുപോകുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതുപോലെ പറഞ്ഞത്, കുട്ടി ഏത് സമയവും ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടിയാണ്. എപ്പോഴും കുട്ടിയുടെ കയ്യിൽ ഫോണുണ്ട്. കാരണം അമ്മ ബിസി ആയത് കാരണം കുഞ്ഞ് അടങ്ങിയിരിക്കാൻ വേണ്ടി ഫോൺ കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് കുഞ്ഞ് അങ്ങനെ വേറെ ഒന്നും കാണാറില്ല, യൂട്യൂബ് മാത്രമേ നോക്കാറുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈവൻ യൂട്യൂബിലും റീൽസിലും പോലും നമ്മൾ പല റീൽസിലും സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ ഉണ്ട്. ഡബിൾ മീനിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും റീൽസിലും ഷോർട്സിലും ഒക്കെ വരാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഉറപ്പുവരുത്തുക, അവർ അഡൾട്ട് റിലേറ്റഡ് കണ്ടന്റ്സ് ഒന്നും കാണുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഫോൺ യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ഇപ്പോൾ ആരുടെ ഫോൺ കൊടുക്കരുതെന്ന് പറഞ്ഞാലും ആർക്കും ചെയ്യാൻ പറ്റില്ല, എല്ലാവരും ഫോൺ കൊടുക്കും. പക്ഷെ നമ്മൾ ഉറപ്പുവരുത്തുക അവർ നല്ല രീതിയിലായിരിക്കണം ഫോൺ ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ അഡൾട്ട് റിലേറ്റഡ് കണ്ടന്റ്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കുട്ടികൾക്ക് അങ്ങനെ കിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് കുട്ടികളുടെ കയ്യിൽ ഫോണുണ്ട്. അപ്പോൾ അവർക്ക് എന്തും ഫോണിൽ കൂടി കിട്ടുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ഈ കുട്ടികൾ അത് പല രീതിയിൽ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പേരൻസ് അവരോട് സംസാരിക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതായത് ഒരു ടീനേജിലോട്ട് വരുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ഹെൽത്തി ആയിട്ട് ഈ വക കാര്യങ്ങൾ, ഇപ്പോൾ അഡൾട്ട് കണ്ടന്റ്സ് കൺസ്യൂം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ എങ്ങനെ കുട്ടികൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരോടും അതേപോലെ ബിഹേവ് ചെയ്യാൻ, മറ്റുള്ള കുട്ടികളോടും അതേപോലെ ബിഹേവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക എന്തൊക്കെയാണ് ചെയ്യാൻ പാടുള്ളത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്താലും അത് ഹെൽത്തി സൈഡിലോട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ ചെറുപ്പത്തിലേ ട്രെയിൻ ചെയ്തെടുക്കുക. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരുടെ അടുത്ത് വന്ന് അടങ്ങിയിരിക്കുമെന്നും കാണാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത്. ചെറുപ്പത്തിലെ അവർക്ക് ഇവ കാര്യങ്ങൾ അവയർനെസ് കൊടുക്കുക, അവരെ നല്ല രീതിയിലേക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക. കഴിഞ്ഞിടയ്ക്ക് ടീനേജിലുള്ള 2 കുട്ടികളെ കണ്ടായിരുന്നു. എൻ്റെ 2 കസിൻസ് ആണ്. അപ്പോൾ അവർ വീട്ടിൽ വന്ന സമയത്ത് ഞാനന്ന് മെഹറൂനോട് ഇങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് പീരീഡ്സ് അമ്മ ഇപ്പോൾ വരാം, മോൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ടോയ്ലറ്റിലോട്ട് പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, ഇതുപോലെയൊക്കെ പറഞ്ഞു കൊടുക്കുമോ കുഞ്ഞിനോടെന്ന് ചോദിച്ചു. 9 വയസ്സിന് മുകളിലുള്ള 2 കുട്ടികളാണ്. അപ്പൊ അവരെ ഇങ്ങനെ ചോദിച്ചു, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മോളെ പറഞ്ഞു കൊടുക്കും, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ബോഡി, കാരണം അവരുടെ ബോഡി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. അത് നമുക്ക് കണ്ടാലേ മനസ്സിലാവും. ഒരു കുട്ടികളിൽ നിന്നും മാറി അവരുടെ ബോഡിയിലുള്ള ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ബോഡിയിൽ ഇപ്പോൾ ഇങ്ങനത്തെയുള്ള ചേഞ്ചസ് ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള സിംറ്റംസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഈ വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷമോ നിങ്ങൾക്ക് പ്യൂബർട്ടി ആവും എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ അന്തം വിട്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ അങ്ങനെയല്ല, ഈ വക കാര്യങ്ങൾ നിങ്ങൾ അറിയണം, അതുപോലെ ഇങ്ങനെ സ്റ്റെയിൻസ് ഒക്കെ കാണുവാണെങ്കിൽ വീട്ടിൽ വന്ന് പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് സ്കൂളിൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാറില്ലേന്ന് ചോദിച്ചു. അപ്പോൾ സ്കൂളിൽ ഒരു ദിവസം ഇതുപോലെ പെൺകുട്ടികളെ ഇരുത്തിയിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുത്തു, ഇതുപോലെ നിങ്ങൾക്ക് പീരീഡ്സ് ആവുന്ന കാര്യങ്ങളും അപ്പോൾ എങ്ങനെയാണ് പാഡ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവർ ഈ പറഞ്ഞ കാര്യം ഞാൻ 10th പഠിക്കുമ്പോൾ ഞങ്ങളുടെ സമയത്തും ഇതുപോലെ ക്ലാസ്സിലുള്ള ആ ബാച്ചിലുണ്ടായിരുന്ന പെൺകുട്ടികളെ എല്ലാം വിളിച്ച് ഒരു ഹോളിലിരുത്തി അവർക്ക്, അതായത് ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് ഇതുപോലെ പീരീഡ്സ് ആവുന്ന കാര്യങ്ങൾ, പാഡ് എങ്ങനെ ഹെൽത്തി ആയിട്ട്
അവിടെ നമ്മൾ എങ്ങനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ പാഡ് യൂസ് ചെയ്യണം. അതായത് ആ സമയത്തൊക്കെ ആൾക്കാർ കുറേ പേര് തുണിയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് ഹെൽത്തി അല്ല, ഇതാണ് ഹെൽത്തി, അങ്ങനെ ഇത് നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ റിമൂവ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു ക്ലാസ് അന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇന്നും. വലിയ മാറ്റമൊന്നുമില്ല. ഇവിടെയും കുട്ടികൾക്ക് ബൗണ്ടറീസിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ബോഡി ഇങ്ങനെയൊക്കെയാണ് എന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നാണ് ഈ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞത്. അതൊക്കെ പോട്ടെ. ഇതൊക്കെ പക്ഷെ സ്കൂളുകളിൽ സംസാരിച്ച് കുഞ്ഞുങ്ങളിൽ, അതായത് വീട്ടുകാരെ പോലെ തന്നെ സ്കൂളിലും കുട്ടികളുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്തെടുക്കുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ സ്കൂളുകളിലും ടീച്ചേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൗൺസിലിംഗ് പോലെ ആയിക്കോട്ടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോ ക്ലാസ്സിലും അവരുടെ ഏജിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെ ചെയ്താലേ നമുക്ക് നല്ല ഭാവിയുള്ള നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന കുട്ടികളെ വളർത്താൻ പറ്റുള്ളൂ. ബോഡി പാർട്സിനെ കുറിച്ച് നല്ല അവെയർ ആയിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ചേഞ്ചസിനെ കുറിച്ച് അവർക്ക് അവെയർ ആയിരിക്കണം. അവരുടെ പ്രൈവസി എന്താണ്, അവരുടെ ബോഡിയുടെ ബൗണ്ടറീസ് എവിടെയാണ്, അവർക്ക് എവിടെയൊക്കെ നോ പറയാം, എവിടെയൊക്കെ അവർ നോ പറയണം എന്നുള്ള കാര്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള പേരൻസിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എന്തെങ്കിലും പോയിന്റ്സ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തു. താങ്ക് യു.